ജെ മെയിൻ പേപ്പർ 2B BARC ആൻഡ് ബി പ്ലാനിങ്ങിന്റെ റിസൾട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. BARC-ലും ബി പ്ലാനിങ്ങിലും ഓൾ ഇന്ത്യ ഫീമെയിൽ ഫസ്റ്റ് റാങ്ക് കരസ്ഥമാക്കിയിരിക്കുന്നത് ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലെ വിദ്യാർത്ഥി മീര കൃഷ്ണയാണ്. 100% സ്കോറോടെയാണ് മീര കൃഷ്ണ ഈ വലിയ വിജയത്തിന് അർഹയായത്. അഡ്വക്കേറ്റ് ദമ്പതികളായ രാജഗോപാൽ GRന്റെയും സൗമ്യ SRന്റെയും മകളാണ് ട്രിവാൻഡ്രം സ്വദേശി മീര കൃഷ്ണ. ഇത്ര വലിയ വിജയം നേടിയ മീര കൃഷ്ണയ്ക്ക് ബ്രില്യൻ ഫാമിലിയുടെ അഭിനന്ദനങ്ങൾ നേരുന്നു. സോ ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് BARC-ൽ ഉജ്ജ്വല വിജയം കരസ്ഥമാക്കിയ മീര കൃഷ്ണയാണ് ഉള്ളത്. അപ്പോൾ മീര, കൺഗ്രാറ്റുലേഷൻ. അപ്പോൾ നമുക്ക് മീരയെ ഒന്ന് പരിചയപ്പെടാം. എൻ്റെ പേര് മീര. ഞാൻ ട്രിവാൻഡ്രത്തു നിന്നാണ് വരുന്നത്. അച്ഛനും അമ്മയും അഡ്വക്കേറ്റ്സ് ആണ്. ഞാൻ +2 വരെ ഡോക്ടർ GR പബ്ലിക് സ്കൂൾ നെയ്യാറ്റിൻകരയിലാണ് പഠിച്ചത്. അതിനുശേഷം ഇങ്ങ് വന്നു BARC-ന് റിപ്പീറ്റ് ചെയ്യാനായിട്ട്. പിന്നെ 1 ഇയർ ഇവിടെ ആയിരുന്നു. ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചതെല്ലാം. പിന്നെ മാത്സിന് നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്താണ് ഞാൻ പഠിച്ചത്. മാത്സിനും ആപ്റ്റിറ്റ്യൂഡിനും അത്യാവശ്യം നല്ല ഇമ്പോർട്ടൻസ് കൊടുത്തു. ഡ്രോയിങ് 1 hour ചെയ്യാൻ പറ്റുന്ന അത്രയും ചെയ്തു. അങ്ങനെ ഇപ്പോൾ റിസൾട്ട് വന്നതിൽ സന്തോഷമുണ്ട്. അപ്പൊ ഇത്രയും നല്ലൊരു റിസൾട്ട് പ്രതീക്ഷിച്ചിരുന്നോ? ഇല്ല, ഞാനൊരു 99 വലുതായിട്ട് പ്രതീക്ഷിച്ചില്ല. ഒരു 98 ഒക്കെ പ്രതീക്ഷിച്ചു. 99.9 കിട്ടിയതിൽ സന്തോഷമുണ്ട്. അപ്പം ഒരുപാട് സ്റ്റുഡൻസ് BTech ആണ് പൊതുവെ ചൂസ് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് BARC തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം? പണ്ട് തൊട്ട് ഡ്രോയിങ് നല്ല ഇഷ്ടമായിരുന്നു എനിക്ക്. പിന്നെ കൺസ്ട്രക്ഷൻ എടുത്ത പണ്ട് തൊട്ടേ ഒരു ഇഷ്ടം ഉണ്ടായിരുന്നു. പിന്നെ +2 കഴിഞ്ഞപ്പോൾ ആണ് BARC-നെ പറ്റി ഒരു ഇത് വരുന്നത്, എൻ്റെ ശ്രദ്ധയിൽ വരുന്നത്. പിന്നെ JEE ഇവിടെ പിന്നെ റിപ്പീറ്റ് ചെയ്യാൻ വന്നപ്പോഴാണ് JEEക്ക് അങ്ങനെ ഒരു എക്സാം ഉണ്ടെന്ന് അറിയുന്നത്. അതുവരെ എനിക്ക് NATേ അറിയായിരുന്നുള്ളൂ. അങ്ങനെ പിന്നെ പ്രിപ്പയർ ചെയ്തു. മാത്സ് എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു. അങ്ങനെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ് ഡ്രോയിങ്ങിന്റെ ഒരു സെഷൻ വരുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡ്രോയിങ് നന്നായിട്ട് ഇമ്പ്രൂവ് ആവാൻ സാധിച്ചിട്ടുണ്ട് അല്ലേ? തുടക്കത്തിൽ ഉണ്ടായിരുന്നതിനെക്കാട്ടിലും നല്ലോണം ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ആ ഒരു 1 hour ടൈം ലിമിറ്റിൽ കംപ്ലീറ്റ് ചെയ്യാൻ എന്തായാലും പറ്റിയത് പ്രാക്ടീസ് വഴി തന്നെയാണ്. അതിന് ഞാൻ ബ്രില്യന്റിന് തന്നെ നന്ദി പറയുന്നു. ഓൾറെഡി നമ്മുടെ ഒരു 2 ക്വസ്റ്റ്യൻ നമ്മൾ ഓൾറെഡി നിങ്ങളെ മോഡൽ എക്സാമിന് ചെയ്യിപ്പിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. അപ്പൊ അത് കണ്ട സമയത്ത്, എക്സാമിന് വന്ന സമയത്ത് എന്ത് തോന്നിയത്? ഫസ്റ്റ് വന്നത് പ്രൊപ്പോർഷനേറ്റ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അത് നമ്മളിവിടെ പഠിച്ച ആ ഒരു മോണമെന്റും ആയിരുന്നു. ഇവിടെ മിക്കവാറും നമുക്ക് എക്സസൈസിന് തരാറുള്ള ഒരു മോണമെന്റ് ആയിരുന്നു ബുലാൻ ദർവാസ. അപ്പൊ അത് വന്നപ്പോ അത്യാവശ്യം നല്ല എളുപ്പമായിരുന്നല്ലോ, അതുകൊണ്ട് നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ ഒരു വില്ലേജ് ഏരിയയിലുള്ള ഒരു റെയിൽവേ സ്റ്റേഷന്റെ സീൻ ഡ്രോയിങ് ആയിരുന്നു തന്നെ. അത് കളർ ചെയ്യാനുണ്ടായിരുന്നു. അതും നമ്മൾ ഇവിടെ മോഡൽ ഇട്ടതുപോലത്തെ തന്നെ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻ ആയിരുന്നു. അതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഡ്രോയിങ് 1 hour തന്നെ തീർക്കാൻ പറ്റി. പിന്നെ ആപ്റ്റിറ്റ്യൂഡും ഒരു ഇമ്പോർട്ടന്റ് ഫാക്ടറാണ്. 200 മാർക്കാണ് വരുന്നത്. ഓൾറെഡി പല ക്വസ്റ്റ്യൻസും അതിൽ നിന്ന് നമ്മൾ ചോദിച്ചത് വന്നിട്ടുണ്ട് അല്ലെ? അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഒരു 40+ ക്വസ്റ്റ്യൻസ് സിമിലർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അപ്പം എക്സാമിന് ഇരിക്കുന്ന സമയത്ത് ഇത് കണ്ട സമയത്ത്, ആ ക്വസ്റ്റ്യൻസ് കണ്ട സമയത്ത് എന്ത് തോന്നി? അതായത് നമുക്ക് പെട്ടെന്ന് ഒരു വേറൊരു സെക്കൻഡ് തോട്ടിന് വേണ്ടിയിട്ട് വലുതായിട്ട് സമയമില്ലായിരുന്നു. അത് കണ്ടപ്പോഴേ നമുക്ക് മനസ്സിലാവും നമ്മളിവിടെ ചെയ്ത സെയിം പാറ്റേൺ ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു. പിന്നെ നമുക്ക് ഇപ്പോൾ എക്സാമിന് ചെന്നിരുന്നപ്പോഴാണെങ്കിൽ തന്നെ ആ സ്ക്രീന് ബ്രില്യന്റിലെ മോഡൽ തന്നിക്കുന്ന സെയിം അതുപോലത്തെ ഒരു സ്ക്രീൻ തന്നെ ആയിരുന്നു. അപ്പൊ അതുകൊണ്ട് വലിയ ടെൻഷൻ ആയിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. നല്ലായിരുന്നു. അതെ, നമ്മളിവിടെ മോക്ക് ടെസ്റ്റ് നടത്തുന്നത് ഓൾറെഡി ഈ JEE കണ്ടക്ട് ചെയ്യുന്ന ടൈപ്പ് അല്ലെ, കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് നമ്മുടെ ലാബിൽ നടത്തുന്നത്. അപ്പം അത് ഹെൽപ്ഫുൾ ആയി അല്ലെ? ഓൾറെഡി നമ്മൾ അങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടുത്തെ മോഡലും അതെ. അപ്പൊ ആ ഒരു ആൻസൈറ്റി നമുക്ക് അത്രയും കുറയ്ക്കാനായിട്ട് പറ്റി. അപ്പം വീണ്ടും നമുക്ക് ബി പ്ലാനിങ്ങിലോട്ട് വരാം. അപ്പൊ ബി പ്ലാനിങ് എക്സ്ട്രാ ഹാഫ് അവർ ആണ് കിട്ടിയിട്ടുള്ളത്. ബി പ്ലാനിങ് നല്ല റാങ്ക് നേടിയിട്ടുണ്ട്. അപ്പൊ ഇത് എങ്ങനെയുണ്ട്? ബി പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ബി പ്ലാനിങ്ങിന്റെ ക്വസ്റ്റ്യൻസും ഇവിടെ ഇട്ട മോഡലൊക്കെ പോലെ തന്നെ ആയിരുന്നു. കുറച്ച് മാപ്പിന്റെ റേഷ്യോസ് അതൊക്കെ സ്ഥിരം ഇവിടെ ഇടുന്ന ക്വസ്റ്റ്യൻ തന്നെ ആയിരുന്നു അവിടെയും. നമ്മൾ മാപ്പ് റീഡിങ്ങും കാര്യങ്ങളും സ്കെയിലും കാര്യങ്ങളൊക്കെ ഒരുപാട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പം ഡ്രോയിങ്ങിന്റെ ആപ്റ്റിറ്റ്യൂഡിന്റെയും കാര്യം ഓൾറെഡി പറഞ്ഞു. ഡ്രോയിങ് നമ്മൾ ഡെയിലി നമ്മൾ ഡ്രോയിങ് നിങ്ങളെ കൊണ്ട് ചെയ്യുക, ആപ്റ്റിറ്റ്യൂഡും ഉണ്ട്. അപ്പൊ ഇതിലേറ്റവും വേറൊരു ഫാക്ടറും കൂടെ ഉണ്ട്, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളത് മാത്തമാറ്റിക്സ് ആണ്. അപ്പൊ മാത്സിൽ എങ്ങനെയായിരുന്നു ഇവിടുന്ന് വന്നിട്ടുള്ള ഇമ്പ്രൂവ്മെന്റും കാര്യങ്ങളൊക്കെ? മാത്സിൽ ഞാൻ +2 വരെ മാത്സിൽ നല്ല ടൈം കൺസ്യൂം ചെയ്യുമായിരുന്നു. ഇവിടെ വന്നിട്ട് ഇവിടെ കൂടുതലും മാത്സിനായിരുന്നു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്ന. തുടക്കം മുതലേ നമ്മളത്തെ മാത്സ് ഇമ്പ്രൂവ് ആക്കാൻ അവർ പറയുമായിരുന്നു. പക്ഷെ അത് ശരിക്കും നല്ലോണം ഹെൽപ്ഫുൾ ആയിരുന്നു. കാരണം BARC-ന്റെ ആ ഒരു എക്സാമിൽ മിക്കവരും മാത്സ് വലുതായിട്ട് ഇമ്പോർട്ടൻസ് കൊടുക്കാറില്ല. കുറച്ച് ക്വസ്റ്റ്യനേ ചെയ്യാറുള്ളൂ.
പക്ഷെ ഇവിടെ മാത്സ് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുത്തോണ്ട് തന്നെ അതിൻ്റെതായ ഒരു ഇത് മെറിറ്റ് നമുക്കുണ്ട്. എങ്ങനെയൊക്കെ നോക്കിയാലും ഒരു ബെനിഫിറ്റ് നമുക്കുണ്ട്. അപ്പം 1 ഇയർ റിപ്പീറ്റ് ചെയ്ത് ഹോസ്റ്റലിൽ നിന്നിട്ടാണ് പഠിച്ചത് അല്ലെ? അപ്പം എങ്ങനെ ഉണ്ടായിരുന്നു ഹോസ്റ്റലിലെ ഒരു അറ്റ്മോസ്ഫിയറും? എങ്ങനെ ഉണ്ടായിരുന്നു? നല്ല അറ്റ്മോസ്ഫിയറാണ്. നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് തന്നെ അവര് ചെയ്തിരിക്കുന്ന ഒരു അറ്റ്മോസ്ഫിയർ തന്നെയാണ്. വാർഡനായാലും കുട്ടികളായാലും എല്ലാവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. നമുക്ക് തളർന്നു പോകുന്ന ഒരു ഫീലൊന്നും വലുതായിട്ട് ഹോസ്റ്റലിൽ നിൽക്കുമ്പോൾ തോന്നില്ല. നല്ല സപ്പോർട്ടീവ് ആയിരുന്നു എല്ലാവരും. അപ്പൊ ഇത്രയും നല്ലൊരു പെർസെന്റേജ് നേടാൻ സാധിച്ചു. അപ്പൊ ബ്രില്യന്റിലെ എന്ത് ഫാക്ടറാണ് അതിന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തത്? നമുക്ക് നവംബറൊക്കെ ആയപ്പോഴത്തേക്ക് ഇവിടുത്തെ ടോപ്പിക് എല്ലാം കഴിഞ്ഞു, സിലബസ് കഴിഞ്ഞു. പിന്നെ അങ്ങോട്ട് ഫുൾ മോഡൽ എക്സാംസ് ആയിരുന്നു. അപ്പോൾ ഈ ഓരോ ആഴ്ചയും മോഡൽ എക്സാം ഉണ്ടാവും. 2 ആഴ്ചയിൽ ഒരു 3 മോഡൽ എക്സാം ഒക്കെ ചിലപ്പോൾ വരും. അത് പോരാഞ്ഞിട്ട് ആപ്പിൽ നമുക്ക് റെക്കോർഡഡ് സൊല്യൂഷൻസ് വരും. ഫുൾ മാത്സിനായാലും ആപ്റ്റിറ്റ്യൂഡ് ആയാലും ഡ്രോയിങ്ങിൻ്റെ ആയാലും റെക്കോർഡഡ് സൊല്യൂഷൻസ് നമുക്കവർ 2 ദിവസത്തിനുള്ളിൽ തന്നെ ഇട്ട് തരും. നമുക്കത് റിവൈസ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പോൾ വരും വർഷങ്ങളിൽ എക്സാം എഴുതാൻ നിൽക്കുന്ന കുട്ടികളോട് മീരയ്ക്ക് എന്താണ് പറയാനുള്ളത്? ഇനി എക്സാം എഴുതുമ്പോൾ നമ്മൾ 1 ഇയർ എന്തായാലും ഇതിനു വേണ്ടി തന്നെ സ്പെൻഡ് ചെയ്യുകയാണല്ലോ. അപ്പോൾ 1 ഇയറിന് ആ ഒരു ടൈം പീരീഡിൽ തന്നെ ഡ്രോയിങ് നല്ലോണം ഇമ്പ്രൂവ് ആവും. സോ ഡ്രോയിങ് വലുതായിട്ട് നമ്മൾ ചെയ്യണം, ഡെയിലി എക്സസൈസ് ചെയ്യണം. എന്നാലും ബാക്കി ഉള്ളതിനും കൂടെ ഇമ്പോർട്ടൻസ് കൊടുക്കണം. ഡ്രോയിങ് മാത്രം വെച്ചുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യം ഉണ്ടാവില്ല. ആപ്റ്റിറ്റ്യൂഡ് നമ്മൾ നല്ലോണം നമ്മുടെ മെറ്റീരിയലും എല്ലാം സിലബസിലുള്ളതെല്ലാം ഒന്ന് കവർ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഒരു ഐഡിയ കിട്ടും. വെർബൽ റീസണിങ് ആയാലും നോൺ വെർബൽ ആയാലും എല്ലാം നല്ല ഐഡിയ കിട്ടും. പിന്നെ മാത്സ് നമ്മൾ നല്ലോണം ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം, ഡെയിലി പഠിക്കണം. കാരണം മാത്സ് ഉള്ളതൊരു വലിയ ഡിസൈഡിങ് ഫാക്ടർ തന്നെയാണ്. കാരണം എല്ലാവരും മാത്സ് വലുതായിട്ട് അറ്റൻഡ് ചെയ്തെന്ന് വരില്ല. അപ്പം നമുക്ക് മാത്സിൽ സ്കോർ ചെയ്യുന്നത് നമ്മളെ നല്ലോണം ഹൈ റാങ്കിലോട്ട് എത്തിക്കാൻ ഹെൽപ്പ് ചെയ്യും. Brilliant Study Center, India's #1 coaching center for NEET and JEE.